ഹായ് എവ്രി വൺ. കുറേ നാളായി ഞങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇട്ടാലോ എന്ന്. മിക്കപ്പോഴും മടി, പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. വർക്കിലൊക്കെ ഭയങ്കര ഒക്കുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ സമയം കിട്ടാറില്ല. പിന്നെ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, വോയിസ് ഓവർ ചെയ്യാനുണ്ട്. അപ്പം അത് കാരണം നമ്മളിപ്പം കുറച്ചിങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കണം, ഒരു പോസ് മോഡിലാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു ഓഫീസ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, നീ എന്തെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ചെയ്തിട്, നീ അത് ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പം ഞാനിപ്പം എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ലിപ്സ് ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻട്രോ വീഡിയോ എടുക്കുക. അതിപ്പോൾ ഞാൻ വൈപ്പ് ചെയ്തു. അപ്പം ആദ്യം തന്നെ മോയ്സ്ചറൈസറിലും തുടങ്ങാം. പിന്നെ ഞാൻ ക്യാമറ വെക്കാനൊരു പെർഫെക്റ്റ് ഒരു ആംഗിൾ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അവസാനം ഒന്നും കിട്ടിയിട്ടുണ്ട്. ആ ആംഗിൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ സക്സസ്ഫുള്ളി ടേൺ ഔട്ട് ആവുകയാണെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സെറ്റഫിലിനാണ്. അത് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, കോസാറെക്സിൻ്റെ ഓൾ ഇൻ വൺ ക്രീം, അഡ്വാൻസ് നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീം. സോ ഞാനൊരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഇത് രണ്ടും. ഞാൻ ടോണറും യൂസ് ചെയ്യാറില്ല. ടോണർ നേരത്തെ യൂസ് ചെയ്യാറുന്നു. ഞാൻ കോസാറെക്സിന് തന്നെ AHA BHA ടോണറായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, നല്ലൊരു വാട്ടറി അല്ല, ഒരു ക്രീമി കൺസിസ്റ്റൻസി എന്നൊക്കെ പറയാം. ഒരു വാട്ടറി ക്രീമി സ്നെയിൽ മ്യൂസിൻ്റെ കണക്ക് തന്നെയാണ്. ഞാൻ അത് കാണിച്ചു തരാൻ ഒരു മിനിറ്റ്. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഒരു ഇഫക്റ്റാണ് ഇത് തരുന്നത്. കണ്ടോ, ഞാനിരുന്ന് ടേബിൾ ഷേക്ക് ചെയ്യുന്ന കാരണം ക്യാമറ ഒന്ന് ഷേക്ക് ആവുന്നുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതേണ്ട അത് കഴിഞ്ഞു. ഓക്കെ, അപ്പം മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി സൺസ്ക്രീനാണ്. ഇത് ഞാനിപ്പോൾ ഒരു 1.5 ഇയർ, ഓൾമോസ്റ്റ് 2 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഇത് ആക്ച്വലി ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇതാണ് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻസ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യണ്ട. അപ്പം ഇതാണ് ഡെർമാക്കോയിൻ്റെ 1% ഹൈഡ്രോണിക് ടിൻറ്റഡ് സൺസ്ക്രീൻ ജെൽ. ഞാൻ ഇത് ടിൻറ്റഡ് അല്ലാതായിട്ടുള്ള ഇതിൻ്റെ നോർമൽ സൺസ്ക്രീൻ ആയിരുന്നു ഏർലിയർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫാനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും ഇടില്ല, ജസ്റ്റ് ഇത് മാത്രം ഇട്ടിട്ട് ഫങ്ഷൻസിനൊക്കെ പോയിട്ടുണ്ട്. ലൈക്ക് ഇത് ആൻഡ് കൺസീലർ. സോ 3 ഫിംഗേഴ്സ്. ആക്ച്വലി ഇത് പോരാ, ഞാൻ അത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കും ലാസ്റ്റ്. 3 ഫിംഗർ ഞാൻ ഭയങ്കര മിനിമലായിട്ടാണ് എടുത്തത്. മോയ്സ്ചറൈസറും കഴിഞ്ഞു. ഇനി ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് ആക്ച്വലി ഒരു പ്രൈമറാണ്. ഇത് ഞാൻ ഓഫീസ് ലുക്കിനൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ ഫങ്ഷൻസിന് ഇടുന്നൊരു സംഭവമാണ്. ഇത് റെനി കോസ്മെറ്റിക്സിൻ്റെ ബോളിവുഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു പ്രൈമറാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഭയങ്കര നൈസ് ഒരു സ്മെല്ലാണ്, ഒരു ഫ്രൂട്ടി സോർട്ട് ഓഫ് സ്മെല്ലാണ്. ആൻഡ് ഇതൊരു പോർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമറാണ്. ഞാൻ ഇത് സാധാരണ ഓഫീസിൽ പോകുമ്പോൾ ഇടാറൊന്നുമില്ല, ഞാൻ ഫങ്ഷൻസിന് പോകുമ്പോൾ ഇടാറുണ്ട്. പിന്നെ ഇത് ഞാൻ കോസാറെക്സ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നു. അപ്പം ഇതെനിക്ക് മണക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സൂപ്പർ സ്മെല്ലാണ്. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ കൺസീലർ. ഞാനിത് ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ല, ബട്ട് കൺസീലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കിൻ കെയർ യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ക്യാമറ ഈ ക്യാമറ തന്നെ ഇതിന് തന്നെ ഇൻപ്രിറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ആക്ച്വലി അറിയാൻ പറ്റുന്നില്ല.
ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. ഇനിയുള്ളത് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഫേവററ്റ് പാർട്ടാണ് ലിപ്സ്റ്റിക്ക്. ലിപ്പ് ലൈനർ ഒരിത്തിരി വന്നിട്ടുണ്ട്. എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നില്ല, ഇതിനെന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇത് വാങ്ങിച്ചതേ ഉള്ളൂ, 1-2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ഡ്രൈങ് ആണ്, എനിക്കിഷ്ടമല്ല. ഷെയ്ഡൊക്കെ നൈസാണ്. പാക്കിൻ്റെ ഓട്ടോ ലിപ്പ് ലൈനർ ഇൻ ദ ഷെയ്ഡ് ബ്രിക്ക്. വേസ്റ്റ് ഓഫ് മണിയാണ്. ഓക്കെ, ഇനി ഫേവറേറ്റ് പാർട്ട് ലിപ്സ്റ്റിക്ക്. ഇത് മാക്കിൻ്റെ മെഹറാണ്. ഞാനിത് വേറെ ഷെയ്ഡായിട്ട് കമ്പൈൻ ചെയ്താണ് ഇടുന്നത്. മാക്കിൻ്റെ എൻ്റെ 2 ഫേവറേറ്റ് ഷെയ്ഡാണ്. ഒന്ന് മെഹർ ആൻഡ് ഒന്ന് റൂബി ബ്ലൂ. ഇത് ഞാൻ ഫങ്ഷൻസിനൊക്കെ ഇടാറുള്ളൂ. ഇതിപ്പം ഓഫീസ് ലുക്സിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് മതി. ഓക്കെ, ഞാനിപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഈ ലിപ് ഷെയ്ഡില്ലേ ഇത് തന്നെ ഞാൻ കണ്ണെഴുതാറില്ല ഇപ്പോൾ കുറേ നാളായിട്ട്. ഇത് തന്നെ ഇവിടെ ഇടും. അത് തന്നെ എൻ്റെ ഐ ഷാഡോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, കൂൾ. ഓക്കെ, ഇനി മസ്കാരയോട് ഇട്ട് കഴിഞ്ഞാൽ ഫിനിഷ്. ഇതാണ് എൻ്റെ മസ്കാര. ഇതെൻ്റെ ഇപ്പോൾ കറണ്ട് ഫേവറേറ്റാണ്. സിസ് ബ്യൂട്ടിയുടെ ഒരു മസ്കാരയാണ്. ഞാൻ മെബലിൻ, ലോറിയൽ, ലാക്മി എല്ലാത്തിൻ്റെയും മസ്കാര ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ സിസ് ബ്യൂട്ടിയുടെ പ്രോഡക്ട്സ് ആക്ച്വലി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത്യാവശ്യം നൈസ് സംഭവമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മസ്കാര. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ മേക്കപ്പ്. ഇനി ഞാൻ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഇയറിങ്സ് ഒക്കെ ഞാൻ റിങ് ഇയറിങ്സ് ആണ് ഇടുന്നത്. പിന്നെ വാച്ച് ഇടും, അത് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം, ഫൈനൽ ലുക്ക്. ഓക്കെ, സോ ഹായ്. അപ്പോൾ ഞാൻ എൻ്റെ വാച്ച് പിന്നെ എൻ്റെ ഇയറിങ്സ് ഒക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇന്നിട്ട് ഈ ലിപ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മറ്റേ ലിപ്പ് ലൈനറും മെഹറും കൂടി മിക്സ് ചെയ്തിട്ട്, പക്ഷേ എനിക്ക് ലിപ് ഷെയ്ഡ് ഇഷ്ടമായി. ഞാൻ പക്ഷേ എൻ്റെ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ലിപ് ഷെയ്ഡാണിത്. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇത് എന്നെ ഇട്ടിട്ടില്ല, ബട്ട് എനിക്ക് തോന്നുന്നു മറ്റേത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. സോ ഇത് രണ്ട് കാര്യമില്ലാന്ന്. ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിടുന്ന, ഒരെണ്ണം മാത്രമായിട്ട് ഇടില്ല. മിക്സ് ചെയ്ത് പുതിയ പുതിയ കളേഴ്സൊക്കെ കണ്ടുപിടിക്കുക. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. സി, ഇത് ഫേസസ് കാനഡയുടെ മാജസ്റ്റിക് റോസ്. ഇതിപ്പോൾ ഒരു 3 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. അതായത് എത്ര എണ്ണം ഞാൻ വാങ്ങിച്ചു എന്ന് എനിക്കറിയില്ല. അതായത് എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ലിപ്സ്റ്റിക്സ് തീർന്ന് പിന്നെയും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫങ്ഷൻസിന് പോകാൻ കിടലാണ്, ഓഫീസ് ലുക്സിന് കിടലാണ്. ഒരു സൂപ്പർ ഷെയ്ഡാണ്. ഫങ്ഷൻസിന് ഒരു മസ്റ്റ് ട്രൈ ആണ് ഇതൊക്കെ. ഓക്കെ, ഇന്ന് ഓഫീസിൽ കാഷ്വൽസ് ഇടുന്നതാണ്. സോ ഞാൻ വിചാരിച്ചു ഇതിടാമെന്ന്. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ബാഗൊന്നുമല്ല. ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്, LA സ്റ്റോർ എന്ന് പറയുന്നത്. ബട്ട് ഇത് നല്ല സ്പേഷ്യസ് ആണ്, എന്നെക്കാളും വലിയൊരു ബാഗാണ്. സോ ലാബൊക്കെ സുഖമായിട്ട് കയറും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു മിനിമൽ ലുക്കാണ്. ആക്ച്വലി ഇത്രയും ടൈമൊന്നും എടുക്കാറില്ല ഞാൻ ഒരുങ്ങാൻ. ഇന്നിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് ലേറ്റായി. ബിക്കോസ് ഞാൻ ഒത്തിരി സംസാരിച്ച് ഈ വീഡിയോ തന്നെ നല്ല ലെങ്ത് ഉണ്ട്. ആക്ച്വലി എൻ്റെ മുടിയൊന്നും ഞാൻ സെറ്റ് ചെയ്തില്ല. ഇനി മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എൻ്റെ മുടിയും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ടിട്ട് ഞാൻ ഹെയർ ടൈ ആറൊന്നുമില്ല, പോണിയൊന്നും കിട്ടാറില്ല. ജസ്റ്റ് ലൂസ് ഹെയർ ആയിട്ട് ഇടത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.